മക്കളെ, ഇതാ ക്രിസ്തുമസ് വന്നെത്തുകയാണ്. ഓർക്കണേ, പിശാചിന് ഒപ്പം നിന്ന് ദൈവത്തിനെതിരായി, മനുഷ്യർക്കെതിരായി, തനിക്ക് തന്നെ എതിരായി പ്രവർത്തിക്കുന്നതാണ് പാപം. പാപത്തിൽ ആണ്ടുപോയ സർവ്വ ദൈവമക്കളെ രക്ഷിക്കുവാൻ ഈശോ വരികയാണ്. മിഖായായുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. അവിടുന്ന് വീണ്ടും നമ്മോട് കരുണ കാണിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. മക്കളെ, ആരും ഒരിക്കലും പാപത്തെ പ്രണയിക്കരുത്. പാപം ഒരു നിമിഷത്തേക്കോ ഒരു ദിവസത്തേക്കോ ഒരു ചെറിയ കാലത്തേക്കോ സുഖവും നേട്ടവും തന്നു എന്ന് വന്നേക്കാം. എന്നാൽ അതിനെ ഓർത്ത് കരയാൻ ബാക്കിയുള്ള ജന്മം തന്നെ വേണ്ടിവരും. ചെളിയിൽ വീണാൽ ശുദ്ധജലം കൊണ്ട് ശരീരം കഴുകുന്നത് പോലെ നമ്മുടെ ഏറ്റവും ചെറിയ പാപങ്ങളെയും ഏറ്റവും വലിയ പാപങ്ങളെയും പശ്ചാത്താപത്തിന്റെ കണ്ണുനീരുകൊണ്ട് മായ്ക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം, രക്ഷയിലേക്ക് വരണം. പാപത്തിൽ ആരംഭിക്കുന്ന ബന്ധങ്ങളെല്ലാം ശാശ്വതമല്ല. പാപത്തിൽ ആരംഭിക്കുന്ന സംരംഭങ്ങളെല്ലാം അധിക നാൾ നീണ്ടു നിൽക്കുകയില്ല. പാപത്തിന്റെ അടിത്തറയിന്മേൽ കെട്ടിപ്പൊക്കുന്ന എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീഴും. ഏതു പാപിയെയും രക്ഷിക്കുവാൻ ദൈവത്തിനോ സാധിക്കും. ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത, മായ്ക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മകളെ, മറക്കരുതേ, ഓരോ പാപിക്കും രക്ഷപ്പെടാനുള്ള വാതിലാണ് ഈശോ. ഓരോ പാപിയുടെയും പാപക്കറ കഴുകിക്കളയാനുള്ള ശ്രേഷ്ഠമായ രക്തമാണ് യേശുവിന്റെ രക്തം. നന്മയുടെ പ്രതലത്തിലേക്ക്, ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തിന്മയുടെ ആധിപത്യങ്ങൾ ഹൃദയത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സമൂഹത്തിൽ നിന്നും ആട്ടിയോടിക്കാം. പാപത്തെ തൂത്തെറിയുന്ന ദൈവം ഇതാ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ പ്രാർത്ഥന ശുശ്രൂഷ ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.